പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ജനുവരി 9 വ്യാഴം. പ്രധാന വാർത്തകൾ. ഒമാനിലെ പുതിയ ഇന്ത്യൻ അംബാസിഡറായി ഗോദാവർത്തി വെങ്കട ശ്രീനിവാസിനെ വിദേശകാര്യ മന്ത്രാലയം നിയമിച്ചു. ഇന്ത്യൻ ഫോറിൻ സർവീസിലെ 1993 ബാച്ചുകാരനാണ്. നിലവിൽ മന്ത്രാലയത്തിലെ സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസർ ആയി ജോലി ചെയ്തു വരികയാണ്. കാലാവധി പൂർത്തിയാക്കി മടങ്ങുന്ന നിലവിലെ അംബാസിഡർ അമിത് നാരംഗിന്റെ ഒഴിവിലേക്കാണ് ഗോദാവർത്തി വെങ്കട ശ്രീനിവാസ് എത്തുന്നത്. ശ്രീനിവാസ് ഉടൻ ചുമതലയേൽക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഗിനിയ ബിസാവോ, സെനഗൽ എന്നിവിടങ്ങളിൽ അംബാസിഡറായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇന്ധന കേന്ദ്രങ്ങളിൽ പരിശോധനയുമായി വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം. ദാഖിറ ഗവർണറേറ്റിലെ ഇന്ധന വിതരണ സ്ഥാപനങ്ങളിൽ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. നിയമങ്ങളും മന്ത്രാലയം നിർദ്ദേശങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു പരിശോധന. തലസ്ഥാനത്തെ 7 ഇന്ത്യൻ സ്കൂളുകളിലേക്കുള്ള 2025-26 അധ്യയന വർഷത്തെ പ്രവേശനത്തിനുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ജനുവരി 20 ആരംഭിക്കും. ഫെബ്രുവരി 20 ആണ് രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന തീയതി. ഇന്ത്യയുടെ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാർത്ഥികൾക്ക് ഈ വർഷം പ്രവേശനം നൽകുകയെന്ന് ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഓൺലൈൻ രജിസ്ട്രേഷനോട് കൂടിയ കേന്ദ്രീകൃത സംവിധാനം മുഴുവൻ പ്രവേശന പ്രക്രിയ കൂടുതൽ സുഗമമാക്കുമെന്ന് ബോർഡ് ചെയർമാൻ ഡോക്ടർ ശിവകുമാർ മാണിക്യം പറഞ്ഞു. അഡ്മിഷൻ നടപടിക്രമങ്ങൾ, സീറ്റ് ഒഴിവുകളുടെ വിവരങ്ങൾ എന്നിവ പോർട്ടലിലൂടെ അറിയാൻ കഴിയും. ഇത് രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഇഷ്ടപ്പെട്ട സ്കൂൾ തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. ബാലവതിക മുതൽ 9 വരെയുള്ള ക്ലാസുകളിലേക്കുള്ള പ്രവേശനത്തിന് www.indianschoolsoman.com എന്ന വെബ്സൈറ്റിൽ നൽകിയ പ്രത്യേക പോർട്ടലിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. 2025 ഏപ്രിൽ 1 3 വയസ്സ് പൂർത്തിയായ കുട്ടികളായിരിക്കും ബാലവതിക പ്രവേശനത്തിന് അർഹതയുണ്ടാകുക. കുട്ടികളുടെ അഡ്മിഷനായി രക്ഷിതാക്കൾക്ക് അംഗീകൃത റെസിഡന്റ് വിസ ആവശ്യമാണ്. മസ്കത്ത്, ദാർസെത്ത്, വാദി ഖബീർ, സീബ്, കുഫ്ര, മബേല, ബൗഷർ എന്നീ ഇന്ത്യൻ സ്കൂളുകളിലേക്കാണ് ഏകീകൃത ഓൺലൈൻ പോർട്ടൽ രജിസ്ട്രേഷൻ സൗകര്യമുള്ളത്. വാദി കബീർ ഇന്ത്യൻ സ്കൂൾ, ഗുഫ്ര ഇന്ത്യൻ സ്കൂൾ എന്നിവയുടെ അന്താരാഷ്ട്ര വിഭാഗത്തിലേക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്നവരും ഓൺലൈനിലൂടെ തന്നെ അപേക്ഷ സമർപ്പിക്കണം. പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികൾക്കുള്ള പ്രവേശനം ഇന്ത്യൻ സ്കൂൾ മസ്കത്ത് പരിസരത്ത് സ്ഥിതി ചെയ്യുന്ന കെയർ ആൻഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ ലഭ്യമാണ്. പ്രവേശനത്തിനായി രക്ഷിതാക്കൾക്ക് നേരിട്ട് CSE അഡ്മിനിസ്ട്രേഷനെ സമീപിക്കാം. www.cscoman.com വഴിയും പ്രവേശനം നേടാം. 7 ഇന്ത്യൻ സ്കൂളുകളിലെയും അഡ്മിഷൻ നടപടികൾ പൂർണ്ണമായും ഓൺലൈനിലൂടെയാണ് നടക്കുന്നത്. രേഖകൾ സമർപ്പിക്കുന്നതിനോ ഫീസ് അടയ്ക്കുന്നതിനോ രക്ഷിതാക്കൾ സ്കൂൾ സന്ദർശിക്കേണ്ടതില്ലെന്ന് ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് പ്രസ്താവനയിൽ അറിയിച്ചു. ദാഖിലിയ ഗവർണറേറ്റുമായി സഹകരിച്ച് നിസ്വയിൽ പരീക്ഷണയോട്ടത്തിനൊരുങ്ങി മുവാസലാത്ത്. പൊതുഗതാഗത സംവിധാനത്തിന്റെ നവീകരണം ലക്ഷ്യം വെച്ചാണ് മുവാസലാത്തിന്റെ പുതിയ നീക്കം. ജനുവരി 11 മുതൽ 31 വരെ നീണ്ടുനിൽക്കുന്ന പരീക്ഷണയോട്ടത്തിൽ മുഴുവൻ പൗരന്മാർക്കും യാത്ര സൗജന്യമായിരിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. 8 മുവാസലാത്ത് ബസ്സുകളിൽ ദിനേന 10 മിനിറ്റ് ഇടവേളയിൽ സർവീസ് നടത്തും. ഒരു ബസ്സിൽ 60 പേർക്ക് യാത്ര ചെയ്യാനാകും. 110 ട്രിപ്പുകളാണ് പരീക്ഷണയോട്ടത്തിൽ ലക്ഷ്യം വയ്ക്കുന്നത്. റോയൽ ഒമാൻ പോലീസുമായി സഹകരിച്ച് മുവാസലാത്ത് സർവീസുകൾ സുഗമമായി നടക്കുന്നതിന് സൗകര്യമൊരുക്കും. നിസ്വ ഗ്രാൻഡ് മാളിൽ നിന്ന് ആരംഭിച്ച് നിസ്വ സൂക്ക് വരെയാണ് ഒന്നാമത്തെ സർവീസ്. വാദി കൽബൂഹ് പ്രദേശത്തു നിന്നും നിസ്വ സൂക്ക് വരെയാണ് രണ്ടാമത്തെ റൂട്ട്. നിസ്വയിൽ പൊതുഗതാഗത മേഖലയെ സജീവമാക്കുന്നതിനും ഇന്റർസിറ്റി സർവീസുകൾ ആരംഭിക്കുന്നതിനും ഗതാഗത ആശയവിനിമയ വിവരസാങ്കേതിക മന്ത്രാലയം നേരത്തെ നടപടികൾ ആരംഭിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി സ്വകാര്യ മേഖലയുമായി സഹകരിച്ച് ഒമാനിലെ തന്നെ ആദ്യത്തെ ഇന്റഗ്രേറ്റഡ് ബസ് സ്റ്റേഷൻ നിസ്വയിൽ നിർമ്മിക്കുന്നതിന് ധാരണയിലെത്തിയിട്ടുണ്ട്. നിസ്വയിൽ നിർമ്മിക്കുന്ന ബസ് സ്റ്റേഷൻ മുവാസലാത്തുമായി സഹകരിച്ചാണ് നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ നിക്ഷേപ കരാറിൽ നേരത്തെ ഒപ്പുവെച്ചിരുന്നു. പരസ്യ പബ്ലിസിറ്റി മേഖലയിൽ ദാഖ്ലിയ ഗവർണറേറ്റും കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട്.
11,412 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലായിരിക്കും ബസ് സ്റ്റേഷൻ നിർമ്മിക്കുക. സിറ്റി ഇന്റർസിറ്റി ട്രാൻസ്പോർട്ട് ബസ്സുകൾക്കുള്ള ബസ് സ്റ്റേഷൻ, പാസഞ്ചർ വെയിറ്റിംഗ് സ്റ്റേഷൻ, ടാക്സി പാർക്കിംഗ്, പബ്ലിക് പാർക്കിംഗ് എന്നിങ്ങനെ ഇന്റഗ്രേറ്റഡ് സ്റ്റേഷന്റെ ഭാഗമായി ഒരുക്കും. ഗവർണറേറ്റിലെ ജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന വിവിധ വാണിജ്യ പ്രവർത്തനങ്ങൾ എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടും. ഗൾഫ് രാജ്യങ്ങളിൽ നടപ്പിലാക്കുന്ന ഏകീകൃത ടൂറിസ്റ്റ് വിസ സംബന്ധിച്ച കൂടിയാലോചനകൾ തുടരുന്നതായി ഒമാൻ പൈതൃക വിനോദസഞ്ചാര മന്ത്രി സാലം ബിൻ മുഹമ്മദ് അൽ മഹ്റൂഖി പറഞ്ഞു. വാർത്താവിതരണ മന്ത്രാലയം സംഘടിപ്പിച്ച ഒമാൻ ആൻഡ് വേൾഡ് സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുൽത്താനേറ്റ് 103 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് വിസരഹിത പ്രവേശനം വാഗ്ദാനം ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഒമാനും സൗദി അറേബ്യയും തമ്മിലുള്ള സംയുക്ത ടൂറിസം പ്രോത്സാഹനം വർദ്ധിപ്പിക്കുന്നതിനുള്ള കരാറിന് പുറമെ ചില കാര്യങ്ങൾക്ക് കൂടി അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. മന്ത്രാലയത്തിന്റെ നിക്ഷേപ വിഭാഗമായ അമ്രാൻ ഗ്രൂപ്പുമായി ചേർന്ന് കാര്യങ്ങൾ ഒരുക്കുന്നതിലൂടെയും തന്ത്രപരമായ പങ്കാളിത്തത്തിലൂടെയും നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നയങ്ങളിൽ സർക്കാർ പ്രവർത്തിക്കുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. വ്യതിരിക്തമായ ടൂറിസം അനുഭവങ്ങൾ നൽകുന്ന 1000-ലധികം ഹോട്ടൽ സൗകര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. മാരിടൈം ഹിസ്റ്ററി മ്യൂസിയം പദ്ധതി 4 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കും. ഒമാനി സമുദ്ര പൈതൃകത്തിന്റെ സമ്പന്നതയും അതിന്റെ ചരിത്രപരമായ പദവിയും പ്രതിഫലിപ്പിക്കുന്നതിനായിരിക്കും ഇത്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 5 സൈറ്റുകൾ ഒമാനിലുണ്ട്. കൂടാതെ സാഹസിക വിനോദ സഞ്ചാരത്തിനുള്ള ഒരു കേന്ദ്രമാകാനുള്ള സാധ്യതയും സുൽത്താനേറ്റിനുണ്ട്. സാഹസിക വിനോദസഞ്ചാരികൾക്കായി സർക്കാർ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തിന്റെ ആദ്യ പാദത്തിൽ 2.3 ദശലക്ഷം സന്ദർശകരാണ് ഒമാനിലെത്തിയത്. മുൻവർഷത്തെ ഇതേ കാലയളവുമായി താരതമ്യം ചെയ്യുമ്പോൾ 2.4% വർധനവ് ആണ് ഉണ്ടായിരിക്കുന്നത്. 2023-ൽ 2.2 ദശലക്ഷം ആളുകളാണ് സന്ദർശകരായി ഉണ്ടായിരുന്നത്. ഇമാറാത്തികൾ, ഇന്ത്യക്കാർ, യമനികൾ, ജർമ്മൻകാർ എന്നിവരാണ് കഴിഞ്ഞ വർഷമെത്തിയ സന്ദർശകരിൽ ആദ്യ 5 സ്ഥാനങ്ങളിൽ വരുന്നത്. ഒമാനികളും ഇന്ത്യക്കാരും പാകിസ്ഥാനികളും ബംഗ്ലാദേശികളും യമനികളും ഉൾപ്പെടെ 4.7 ദശലക്ഷം ആളുകൾ ഇതേ കാലയളവിൽ രാജ്യത്ത് നിന്ന് പുറത്തേക്ക് പോകുകയും ചെയ്തതായും മന്ത്രി സാലം ബിൻ മുഹമ്മദ് അൽ മഹ്റൂഖി പറഞ്ഞു. ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകളിൽ അടുത്ത അധ്യയന വർഷം മുതൽ ഇന്ത്യയുടെ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം അടിസ്ഥാനത്തിലാകും പ്രവേശനം നൽകുക. ഇതുപ്രകാരം അക്കാദമിക് ഘടന 5+3+3+4 എന്നീ സംവിധാനത്തിലേക്ക് പുനർനിർവചിക്കപ്പെടും. കിൻഡർഗാർട്ടൻ നിലവിലുള്ള 2 വർഷ ഘടനയിൽ നിന്ന് 3 വർഷമാകും. 3 മുതൽ 6 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് 3 വർഷത്തെ കിൻഡർഗാർട്ടൻ, 6 മുതൽ 8 വയസ്സ് വരെയുള്ള കുട്ടികൾ 1-2 ക്ലാസുകളിലുമാണ് ഉൾപ്പെടുക. പ്രിപ്പറേറ്ററി സ്റ്റേജിൽ 8 മുതൽ 11 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് 3 മുതൽ 5 വരെ ക്ലാസുകളും, 11 മുതൽ 14 വയസ്സ് വരെയുള്ള മിഡിൽ സ്റ്റേജിൽ 6 മുതൽ 8 വരെ ക്ലാസുകളും, 14 മുതൽ 18 വയസ്സ് വരെയുള്ള 9 മുതൽ 12 വരെയുള്ള ക്ലാസുകളിൽ സെക്കൻഡറി ഘട്ടവും ഉൾപ്പെടും. NEP-യുടെ ഭാഗമായി പ്രീ സ്കൂൾ ഏപ്രിൽ 1 മുതൽ നടപ്പിലാക്കും. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷനുകൾ ഇപ്രകാരമാകും നടപ്പിലാക്കുക. ബാൽവതിക 3 വയസ്സ് പ്രായമുള്ള കുട്ടികൾ, KG1 4 വയസ്സ് പ്രായമുള്ള കുട്ടികൾ, KG2 5 വയസ്സുള്ള കുട്ടികൾ, ക്ലാസ് 1 6 വയസ്സുള്ള കുട്ടികൾ. അതേസമയം നിലവിൽ എൻറോൾ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കുള്ള പ്രൊമോഷൻ യഥാക്രമം KG1 മുതൽ KG2 വരെയും KG2 മുതൽ ക്ലാസ് 1 വരെയും നിലവിലെ സമ്പ്രദായമനുസരിച്ച് തുടരുമെന്നും സ്കൂൾ ഡയറക്ടർ ബോർഡ് അറിയിച്ചു. ലോകത്തിലെ ഏറ്റവും മനോഹര കപ്പലായ അമേരിക്കോ വെസ്പൂച്ചിക്ക് മസ്കത്ത് തുറമുഖത്ത് ഊഷ്മള വരവേൽപ്പ്. മത്ര സുൽത്താൻ കാബൂസ് തുറമുഖത്ത് 34-ാം നമ്പർ ബർത്തിൽ നങ്കൂരമിട്ട ഇറ്റാലിയൻ നാവികസേനയുടെ ചരിത്ര കപ്പലും പരിശീലന കപ്പലുമായ അമേരിക്കോ വെസ്പൂച്ചിയെ ഇറ്റാലിയൻ അംബാസഡർ പിയർലൂയിഗി ഡി എലിയ, ഇറ്റാലിയൻ നാവികസേനാ മേധാവി അഡ്മിറൽ എൻറിക്കോ ക്രെഡന്റിനോ, തദ്ദേശ സ്വയംഭരണ സൈനിക ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്നാണ് സ്വീകരിച്ചത്. ഒമാനി പരമ്പരാഗത രീതിയിലുള്ള വരവേൽപ്പും പ്രകടനങ്ങളും അരങ്ങേറി. സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ ഗവർണർ ആയി അഹമ്മദ് അൽ മുസൽമി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു.
അൽബർക്ക കൊട്ടാരത്തിൽ സുൽത്താൻ ഹൈതം ബിൻ താരിഖിന് മുന്നിൽ ആയിരുന്നു സത്യപ്രതിജ്ഞ. ബാങ്കിങ് മേഖലയിൽ 2 പതിറ്റാണ്ടിലേറെ പ്രവർത്തന പരിചയവുമായാണ് മുസൽമി CBOയുടെ തലപ്പത്ത് എത്തുന്നത്. 2018 മെയ് മുതൽ സുഹാർ ഇന്റർനാഷണലിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. ബിസിനസ് വീക്ഷണവും ആളുകളുടെ കഴിവുകളും സമന്വയിപ്പിച്ച് ബാങ്കിനെ പരിവർത്തിക്കുന്നതിൽ സുപ്രധാന പങ്കാണ് വഹിച്ചത്. മൊത്തവ്യാപാര ബാങ്കിങ്, ക്യാപിറ്റൽ മാർക്കറ്റ്സ്, റീട്ടെയിൽ ബാങ്കിങ്, വെൽത്ത് മാനേജ്മെന്റ്, ട്രേഡ് ഫൈനാൻസ്, റിസ്ക് മാനേജ്മെന്റ്, ഓപ്പറേഷൻസ് മാനേജ്മെന്റ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഹ്യൂമൻ റിസോഴ്സ്, ഫിനാൻസ് ആൻഡ് സ്ട്രാറ്റജി ഡെവലപ്മെന്റ് ആൻഡ് ബിസിനസ് പ്ലാനിംഗ് എന്നിവ ഉൾപ്പെടെ വിപുലമായ പ്രവർത്തന വൈദഗ്ധ്യവും ഇദ്ദേഹത്തിനുണ്ട്. പുതുതായി മറ്റു ചുമതലയിലെത്തിയവരും സത്യപ്രതിജ്ഞ ചെയ്തു. ന്യൂനമർദത്തിന്റെ ഫലമായി രാജ്യത്തെ വടക്കൻ പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു. മുസന്തൻ ഗവർണറേറ്റിലും ഒമാൻ കടലിന്റെ ചില ഭാഗങ്ങളിലും നേരിയ മഴ പെയ്തേക്കാം. വടക്കൻ ഗവർണറേറ്റുകളിൽ മഴമേഘങ്ങൾ രൂപപ്പെടുന്നുണ്ടെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പിൽ പറയുന്നു. ഇത് ദൃശ്യപരതയെയും ദൈനംദിന പ്രവർത്തനങ്ങളെയും ബാധിക്കും. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.